ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ രക്ഷാദൈവങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ശബരിമല വാഴും ശ്രീ ധർമ്മശാസ്താവിൻ്റെ സന്നിധിയിൽ എത്തേണ്ട ആ കാനന പാതയിലെ വഴികളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അവിടെയൊക്കെ നടക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ പറ്റിയും ഭഗവത് പ്രീതിക്ക് നടത്തേണ്ട വഴിപാടുകളെ പറ്റിയുമൊക്കെ ചില കാര്യങ്ങൾ പരാമർശിക്കാമെന്ന് വിചാരിക്കുന്നു. 18-ാം പടി കടന്ന് ശബരിമല ശ്രീ അയ്യപ്പനെ കാണുവാൻ 41 ദിവസത്തെ വൃശ്ചികം 1 തുടങ്ങി 41 ദിവസത്തെ, അതായത് ഒരു മണ്ഡലകാലം വ്രതമെടുത്ത് അയ്യനെ കാണുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സന്നിധാനത്തിലെ പവിത്രമായ 18 പടി ചവിട്ടാൻ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ഇരുമുടിയിൽ ഒന്ന് മുൻമുടിയും മറ്റൊന്ന് പിൻമുടിയുമാണ്. മുൻമുടിയിലുള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കാനും പിൻമുടിയിലുള്ളത് ഭക്തൻ്റെ ആവശ്യങ്ങൾക്കുമാണ് കരുതുന്നത്. അതായത് ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ഇത് ചൂണ്ടിക്കാട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക തലത്തിൻ്റെയും ആത്മീയ തലത്തിൻ്റെയും സന്തുലിതാവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുൻമുടി എപ്പോഴും വലുതായിരിക്കണം എന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ആത്മീയതലം എപ്പോഴും ഉയർന്നിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യം എന്നത്, അയ്യപ്പൻ പുലിപ്പാലിനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ ശിവഭഗവാൻ തൻ്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു. അത് അയ്യപ്പ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് നാം ഇരുമുടി ചുമക്കുന്നത്. ഭക്തൻ ഭക്തിയോടെ ചുമന്നു കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, അവിൽ, മാളകപ്പുറത്തമ്മയ്ക്ക് വിളക്ക് വയ്ക്കുവാനുള്ള തിരികൾ, എണ്ണ കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയും കാണും. അതായത് അയ്യപ്പൻ്റെ കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ മുക്കണ്ണൻ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിനുള്ളിലെ നീര് ഒഴിവാക്കിയിട്ട് അതിൽ നെയ്യ് നിറച്ച് കൊണ്ട് ചെല്ലുന്നതാണ് നെയ്ത്തേങ്ങ. അയ്യപ്പൻ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ്. ഈ തത്വമാണ് നെയ്ത്തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. 3 കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ്. തൻ്റെ ഹൃദയത്തിൽ പശുവിൻ്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്നു. വിഷ്ണു അയ്യപ്പൻ്റെ മാതാവായ മോഹിനി അവതാരമെടുത്തത് പശുവിൻ്റെ നെയ്യ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു. തൻ്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഭക്തന്മാരെല്ലാം എരുമേലിയിലാണ് ഒന്നിച്ചു കൂടുന്നത്. എരുമേലിയെ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവിടെയാണ് പന്തളരാജൻ രാജശേഖരനാൽ നിർമ്മിതമായ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ എതിർഭാഗത്ത് അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവരുസ്വാമിയുടെ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. അയ്യപ്പസ്വാമിമാർ വാവരുസ്വാമിയെ വണങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിഭൂതി പ്രസാദം വാങ്ങി എരുമേലിയിൽ വെച്ച് പേട്ടതുള്ളൽ നടത്തുന്നു. എരുമേലി പേട്ടതുള്ളൽ എന്നാൽ കൊച്ചമ്പലത്തിൽ പ്രദക്ഷിണത്തോടുകൂടി ആരംഭിക്കുന്നത് ഒരു തുള്ളൽ ആണ്. സ്വാമി ദിന്തകത്വം എന്ന വിളികളോടുകൂടി ആരംഭിക്കുന്ന ഒരു തരം പേട്ടതുള്ളലാണിത്. ഇത് കൊച്ചമ്പലത്തിൽ പ്രദക്ഷിണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. പച്ചത്തൂപ്പ്, കരി, കുങ്കുമം എന്നിവ ശരീരത്തണിഞ്ഞ് കയ്യിൽ ഗദ, വാൾ, ശരം, അമ്പ് എന്നിവ ഏന്തിയുള്ളതാണ് ഈ പേട്ടതുള്ളൽ. ഈ പേട്ടതുള്ളലിന് ഭക്തൻ തങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്തകൾ ശമിപ്പിക്കുവാനായിട്ടാണ് ഇങ്ങനെയൊരു നൃത്തം ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. പേട്ടതുള്ളലിന് ശേഷം അവിടെ എത്തുന്ന കന്നിസ്വാമിമാർക്കൊരു ശരവും കറുത്ത തുണിയും നൽകും. എരുമേലിയിൽ പേട്ടതുള്ളൽ അവസാനിപ്പിച്ചിട്ട് ഭക്തന്മാർ പേരൂർത്തോട്, കോട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ കടന്ന് കാളകെട്ടി എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഈ കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തൻ്റെ വിജയം സുനിശ്ചിതമാക്കിയത്. ആ നർത്തനം കാണാൻ വന്ന ശിവഭഗവാൻ തൻ്റെ കാളയെ അവിടെയുള്ള മരത്തിൽ കെട്ടിയതിനാലാണത്രേ ആ സ്ഥലത്തിന് കാളകെട്ടി എന്ന് പേര് വന്നത്. അഴുതാ നദിയിൽ നീരാടും അതിനുശേഷം ഭക്തന്മാർ എന്നിട്ട് ഈ നദിക്കുള്ളിൽ നിന്ന് ഓരോ കല്ലുകളെടുത്ത് അടുത്തുള്ള കല്ലിടാംകുന്ന് എന്ന സ്ഥലത്ത് മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ആ കല്ലുകൾ നിക്ഷേപിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ കല്ലിടാംകുന്ന് എന്ന് അറിയപ്പെടുന്നത്. അതായത് മഹിഷിയെ എടുത്തെറിഞ്ഞപ്പോൾ അവളുടെ ശരീരം അഴുതാതീരത്ത് പതിച്ചു അത്രേ. അതിൽ നിന്ന് ലോകോപദ്രവം ഉണ്ടാകാതിരിക്കാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കല്ലിട്ട് മൂടിയത് എന്നൊരു കഥയുണ്ട്. മഹിഷിയുടെ ജഡം അഴുതയുടെ പൂർവ്വതീരത്തേക്ക് മാറ്റുവാനും എന്നിട്ട് കല്ലിട്ട് മൂടുവാനും ബ്രഹ്മാവ് മണികണ്ഠനോട് പറഞ്ഞുവെന്നും
അല്ലാത്ത പക്ഷം അത് വിന്ധ്യപർവ്വതത്തിന് തുല്യമായി വളർന്ന് ആദിത്യ ചന്ദ്രന്മാരുടെ ഗതിയെ തടയുമെന്നുമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കല്ലിടുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ആ ഒരു കല്ല് ഇടുന്നതിൻ്റെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത്. അതിനുശേഷം ഇഞ്ചിപ്പാറക്കോട്ട കടന്ന് ഉടുമ്പാറക്കോട്ടയിൽ ശ്രീഭൂതനാഥനെ വണങ്ങി വിഭൂതി സ്വീകരിക്കുന്നു. പിന്നീട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് തങ്ങളുടെ പാപങ്ങൾ പോക്കുവാൻ അയ്യനോട് പ്രാർത്ഥിക്കുന്നു. പമ്പയിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുന്ന ഒരു പതിവും സാധാരണ നടന്നു വരുന്നു. പിന്നെ ഇതിന് ശേഷം പമ്പ ഗണപതി ഭഗവാനെ വണങ്ങി ശബരിമലയിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി അവിടെ തേങ്ങയും ഉടച്ചതിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. അപ്പാച്ചിമേട് കടന്ന് നീലിമലയിൽ എത്തുന്നു. അതിനുശേഷം ശബരിപീഠത്തിലെത്തും. ശബരിപീഠത്തിലും ശബരിയെ വണങ്ങുന്ന ഒരു പതിവുണ്ട്. ശ്രീരാമൻ്റെ വനവാസകാലത്ത് ഭഗവാൻ മോക്ഷം കൊടുത്ത കാട്ടാള സ്ത്രീയാണ് ശബരി. ഇവിടെ ഇരുന്ന് ശബരി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ശബരിപീഠം എന്നാണ് ഇതറിയപ്പെടുന്നത്. മലമുകളിൽ വിസ്തീർണമേറിയ ഒരു നിരപ്പ് പ്രദേശമാണിത്. ഈ തപസ്വിനിയും ശബരികന്യകയുമായ ശബരി യോഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്ത് അവരുടെ സ്മരണയ്ക്കായിട്ട് ഭസ്മവാഹിനി വിലസുന്നു. ഇതൊരു പുണ്യതീർത്ഥമാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഭസ്മച്ചിറയുടെ ഉത്ഭവവും പ്രാധാന്യത്തെ പറ്റിയുമൊക്കെ പറയേണ്ടത്. ശബരിപീഠം കടന്നാൽ മഹിഷിമുഖിക്ക് വേണ്ടി ശരംകുത്തിയിലുള്ള ആൽമരത്തിൽ കന്യസ്വാമിമാർ കൊണ്ട് ചെല്ലുന്ന ശരങ്ങൾ കുത്തി കറുപ്പ് തുണിയും ചുറ്റി വണങ്ങുന്നു. കന്യസ്വാമിമാരുടെ വരവിനെ ആധാരമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ശരംകുത്തി ശബരിമലയുടെ 6ാമത്തെ കോട്ടയാണ്. ഇവിടെയുള്ള ആൽത്തറയിൽ അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരക്കോൽ നിക്ഷേപിച്ച് നാളികേര ബലി നടത്തി വന്ദിക്കണം എന്നേ കാണുന്നുള്ളൂ. കഠിനമായ കരിമല കയറി ഇറങ്ങി വരുന്നവർക്ക് വിശ്രമിക്കുവാനുള്ളൊരു സമതല പ്രദേശമാണ് വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ. ഭക്തർ 18 പടികൾ കയറി ചെന്ന് ഭഗവാന്റെ സന്നിധാനത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ പാപങ്ങളെയും ദോഷങ്ങളെയും നീക്കണമെന്ന് അപേക്ഷിക്കുകയും ഭക്തിപരവേശത്തോടുകൂടി അന്ന് രാത്രി അവിടെ തങ്ങി സായുജ്യമടയുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയെയും ദർശിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കണമെന്ന് അപേക്ഷിക്കും. ശബരിമല അയ്യപ്പസ്വാമിയുടെ ഉപദേവസ്ഥാനമാണ് മാളികപ്പുറത്തമ്മയ്ക്കുള്ളത്. മാളികപ്പുറത്തമ്മ അയ്യന് ഓളം തന്നെ തുല്യ പ്രാധാന്യം മാളികപ്പുറത്തമ്മയുടെ ദർശനത്തിനുമുണ്ട്. ശബരിമലയിലെ അയ്യപ്പ ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മാളികപ്പുറത്തമ്മയെയും ഉപദേവതകളെയും തൊഴണം. ശബരിമല ശാസ്താവിൻ്റെ ദർശനത്തിന് ശേഷമാണ് മാളികപ്പുറത്തമ്മയെ തൊഴേണ്ടത്. മണിമണ്ഡപത്തിന് സമീപമാണ് മാളികപ്പുറം ക്ഷേത്രം. പന്തളം രാജകുടുംബവും അതുമായി ബന്ധപ്പെട്ട അംഗങ്ങളും മാളികപ്പുറത്തമ്മയ്ക്ക് തങ്ങളുടെ കുലദൈവമായിട്ട് ആരാധിക്കുന്നു. പാണ്ഡ്യരാജവംശത്തിൻ്റെ വംശാവലിയിൽപ്പെട്ട പന്തളം രാജകുടുംബം മധുരയിൽ നിന്ന് അതിലൊരു വിഭാഗത്തിന് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ തങ്ങളുടെ പരദേവതയും മധുര മീനാക്ഷിയെയും വന്നു. അതാണ് മാളികപ്പുറത്തമ്മ എന്നാണ് വിശ്വാസം. മാളികപ്പുറത്തമ്മയ്ക്ക് തൻ്റെ വാമഭാഗത്ത് ക്ഷേത്രം പണിയണമെന്ന് അയ്യപ്പൻ നിർദ്ദേശിച്ചു അത്രേ. ശംഖചക്ര അഭയവരദ മുദ്രകൾ ധരിച്ചവളായിട്ട് മാളികപ്പുറത്തമ്മ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ മാതൃഭാവത്തിലാണ് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മയെ കണക്കാക്കുന്നത്. എന്നാൽ മറ്റ് ചില ഐതിഹ്യങ്ങളുമൊക്കെ നിലവിൽ കേട്ടിട്ടുണ്ട്. അതിൽ അദ്രി മഹർഷിയുടെ പുത്രനായ ദാത്താത്രേയനും ഗാലവ മഹർഷിയുടെ പുത്രിയായ ലീലയും വിവാഹം കഴിച്ചതായിട്ടും അതിലൊരിക്കൽ ദാത്താത്രേയൻ ലീലയെ മഹിഷിയായി മാറാൻ ശപിക്കുകയും ഈ മഹിഷിയായി മാറിയ ലീല പിന്നീട് മണികണ്ഠൻ്റെ മർദ്ദനത്തോടെ ശാപമോക്ഷം നേടുകയും ചെയ്യുന്നു. ശാപമോക്ഷം നേടിയ ലീല മണികണ്ഠനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ ബ്രഹ്മചാരിയായ തനിക്ക് വിവാഹം കഴിക്കുവാനാവില്ലെന്നും അറിയിക്കുന്നു അയ്യപ്പൻ. എന്നാൽ തൻ്റെ ഇടതുഭാഗത്തുള്ള ശബരിമലയിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കപ്പെടുമെന്ന് വരം അദ്ദേഹം മാളികപ്പുറത്തമ്മയ്ക്ക് നൽകുന്നു. അതാണ് ഇന്നത്തെ ഈ മാളികപ്പുറത്തമ്മ. എന്നെങ്കിലും ഒരിക്കൽ കന്യ അയ്യപ്പന്മാർ ശബരിമലയിൽ എത്താതിരിക്കുന്ന കാലം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം ചെയ്യുമെന്ന് ഭക്തന്മാരിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നുമുണ്ട്. എന്തായാലും പണ്ട് മാളികപ്പുറം നടയിൽ പൂജകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിളക്കുവെപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പീഠപ്രതിഷ്ഠ മാത്രമൊക്കെ ആയിരുന്നു.
എന്നാൽ പിന്നീട് ഷടാധാര പ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു വരുന്നു. സന്നിധാനത്ത് ഏത് രീതിയിലാണോ മേൽശാന്തി അവരോധിക്കുന്നത് അതേപോലെ മൂലമന്ത്ര ഉപദേശം നൽകി തന്നെ ഇവിടുത്തെ മേൽശാന്തിയെയും നിയമിക്കുന്നുണ്ട്. സാക്ഷാൽ പരാശക്തി സ്വരൂപിണിയായ മധുര മീനാക്ഷിയായും ഭുവനേശ്വരി ദേവിയായും ദുർഗാഭവതിയായും ഭദ്രകാളിയായും ഭക്തർ മാളികപ്പുറത്തമ്മയെ ആരാധിക്കുന്നു. എന്നാൽ താന്ത്രിക വിധാനം അനുസരിച്ച് ദുർഗാവിധാനമായിട്ടാണ് ദേവിയെ ഇവിടെ പൂജിച്ചു പോരുന്നത്. നിത്യേന മാളികപ്പുറം ദേവിയുടെ നട തുറന്ന് വിളക്ക് കത്തിച്ച് നിർമാല്യ ദർശനത്തിന് ശേഷം അഭിഷേകവും തുടർന്ന് അലങ്കാരവും മലർനിവേദ്യവുമൊക്കെ നടത്തി ദേവിക്ക് മഹാദീപാരാധന നടത്തി വരുന്നു. അതിന് തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിന് പുറകിലായിട്ട് ഭഗവതി ഹോമം നടത്തും. ഇതേ സ്ഥാനത്ത് തന്നെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രത്യേക പത്മമിട്ട് ഭഗവതി സേവയും നടത്തും. അതിൽ തന്നെ വിശിഷ്ടമായ മന്ത്രങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമ അർച്ചനയും നടത്തുന്നു. മാളികപ്പുറത്തമ്മയ്ക്ക് നിത്യേന 3 കാലങ്ങളിലായി പൂജ നടത്തി വരുന്നു. അയ്യപ്പസ്വാമിയുടെ പൂജ നടത്തുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ മാളികപ്പുറത്തും പൂജയൊക്കെ ഉള്ളൂ. മാളികപ്പുറത്തമ്മയുടെ ഉപദേവതകളായിട്ട് ഗണപതി, നാഗർ, കൊച്ചുകടുത്ത, നവഗ്രഹങ്ങൾ, മലദൈവങ്ങൾ എന്നിവയും ഉണ്ട്. ഇവിടെ 2 നേരം പൂജ നടത്തി വരുന്നു. അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളിലൊരാളായ കടുത്ത സ്വാമിയെ ആരാധിക്കുന്നതോടെ വെള്ളം കുടി നടത്തുക എന്നാണ് അവിടെ ചെയ്യുന്ന വഴിപാടുകൾ പറയുന്നത്. കദളിപ്പഴവും വറപൊടി, അവൽ, മലർ, നാളികേരം, ശർക്കര, കൽക്കണ്ടം, മുന്തിരിങ്ങ എന്നിവയാണ് വഴിപാടുകൾ. ശാരീരിക ദോഷങ്ങൾ അകറ്റാനും ഭൂതപ്രേതാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കൊച്ചുകടുത്ത സ്വാമിയെ അയ്യപ്പന്മാർ ശരണം പ്രാപിക്കുന്നത്. കൊച്ചുകടുത്ത സ്വാമി കവർച്ചക്കാരിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നുമൊക്കെ ഭക്തരെ രക്ഷിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അയ്യപ്പസ്വാമിയുടെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ഒപ്പം നിന്നവരാണത്രേ ഈ കൊച്ചുകടുത്ത സ്വാമിയും വലിയ കടുത്ത സ്വാമിയുമൊക്കെ. ദേഹം വെടിഞ്ഞ ശേഷം ഇവർ അയ്യപ്പനിൽ ലയിച്ചു എന്നുള്ളതാണ് വിശ്വാസം. പുലിപ്പാല് തേടി ഇറങ്ങിയപ്പം കൂടെ അനുഗമിച്ചവരാണത്രേ ഈ കറുപ്പസ്വാമി. ശിവഭൂതഗണങ്ങളായിട്ടും ഇവരെ അറിയപ്പെടുന്നു. കറുപ്പസ്വാമിയെ ഒക്കെ അയ്യപ്പനിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഇവർക്ക് ദൈവിക സങ്കല്പമാക്കി മാറ്റുന്നത്. കറുപ്പസ്വാമിയെ തമിഴ്നാട്ടുകാർ അവരുടെ കാവൽ ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. ഈ മാളികപ്പുറവും തമ്മയും ഈ കറുപ്പസ്വാമിമാരുമൊക്കെയാണ് തമിഴ് ദേശക്കാർക്ക് അയ്യപ്പനോട് ഇത്രമാത്രം ഭക്തി കൂടുവാനുള്ള കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അയ്യൻ അങ്ങനെ തമിഴൻ്റെയും കുലദൈവമായിട്ട് തന്നെ മാറാനുള്ള ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിന് പുറകു ഭാഗത്താണ് മണിമണ്ഡപം എന്ന മഹാസാന്നിധ്യമുള്ള ഭാഗം. അവിടെയാണ് സാക്ഷാൽ അഖിലാണ്ടകോടി നായകനായ അയ്യപ്പസ്വാമിയുടെ ജീവസമാധി സ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. എല്ലാ അയ്യപ്പന്മാരും മണിമണ്ഡപത്തിലും ദർശനം നടത്താറുണ്ട്. പ്രസിദ്ധമായ മകരവിളക്ക് ഉത്സവകാലങ്ങളിൽ ഇവിടെ മണിമണ്ഡപത്തിൽ നട തുറന്ന് ഭഗവാന്റെ പ്രത്യേകം കളമിട്ട് പൂജകൾ നടത്തും. ശനിദോഷം അകറ്റുവാൻ ശബരിമല ദർശനവും ശബരിമല യാത്രയുമൊക്കെ ഏറ്റവും ഉപകരിക്കുമെന്നുള്ളത് അറിയാമല്ലോ. ജ്യോതിശാസ്ത്രപ്രകാരം ശനിയുടെ അതിദേവനാണ് ശാസ്താവ്. അതിനാൽ കഠിനമായ ശനിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ ശബരിമല ദർശനം മാത്രം മതിയാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. സകല ദുരിതങ്ങളിലും നിവാരണം ചെയ്യുവാൻ ശാസ്താവിനെ പൂജിക്കുക തന്നെയാണ് ഏറ്റവും വലിയ മാർഗം. അപ്പോൾ ശനിദോഷം അകറ്റുവാൻ ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പറകൊട്ടിപ്പാട്ട്. മണിമണ്ഡപത്തിന് മുമ്പിലായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. വേലൻ സമുദായത്തിലുള്ളവരാണ് പറകൊട്ടിപ്പാട്ട് പാടുന്നത്. കേശാദിപാദം കഥ പാടിയാണ് ശനിയുടെ ദോഷം അകറ്റുന്നത്. പാലാഴി മഥനത്തെ തുടർന്ന് വിഷ്ണു ഭഗവാന് ശനി ബാധിച്ചുവെന്നും ശിവൻ വേലനായും പാർവതി വേലത്തിയായും വന്ന് പാടി വിഷ്ണുവിൻ്റെ ശനിദോഷം അകറ്റിയുമെന്നാണ് വിശ്വാസം. ഇതിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് മാളികപ്പുറത്തമ്മയുടെ മുന്നിൽ ഭക്തരുടെ ശനിദോഷം അകറ്റുവാൻ പറകൊട്ടി പാടുന്നത്. മുൻപ് 18-ാം പടിക്ക് സമീപമാണ് ഈ ചടങ്ങ് നടത്തിയിരുന്നത്. തിരക്ക് കൂടിയപ്പോഴാണ് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റിയത്. വ്രതശുദ്ധിയോടെ ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും 18 പടികൾ കടന്ന് ശാസ്താദർശനം നടത്തുമ്പോൾ അദ്വൈത ഭാവം പകരുന്ന തത്വമസിയുടെ വിശാലതയിൽ എത്തും. അങ്ങനെ ആത്മസംസ്കരണത്തിൻ്റെ 18 പടികൾ കടന്നെത്തി ഏകഭാവത്തിൻ്റെ ആ വിശാലതയാണ് ഭഗവാന്റെ സന്നിധി. ഭക്തിയുടെ ആ ഉന്നതിയിൽ ഭേദഭാവങ്ങളില്ല. എല്ലാം അയ്യപ്പൻ. നീ തേടിയെത്തുന്നത് നിന്നെ തന്നെയാകുന്നു എന്ന് ഭക്തൻ തിരിച്ചറിയുന്നു. അവിടെ എത്തിയ തത്വമസി എന്ന ആ മന്ത്രം ചൊല്ലി തന്നിൽ അഭയം തേടിയെത്തുന്നവനെ കൈക്കുമ്പിളിൽ കാത്തള്ളുന്ന ദേവനാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ്.
സ്വാമി അയ്യപ്പൻ എല്ലാവർക്കും ശരണമേകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.